എൻ്റെ അള്ളോ, വെറുതെ ആണോ ആളുകൾ ഗൾഫിൽ പോയി വരാതെ? അവിടെ എലിക്ക് പോലും എ സിയാ. സെറ്റപ്പേ എന്താ! നമ്മൾ മലയാളികൾക്ക് എന്താ അറിയാമെന്ന് നോക്ക്. വെള്ളം ഒലിച്ചൊലിച്ച് വരുന്ന എ സിക്കകത്തുനിന്ന് വെള്ളം ഒലിച്ചൊലിച്ച് വരുന്നു. എന്താ കാര്യം നോക്ക്. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചെടുത്തു. അവരുടെ സാമഗ്രികളും ഏണിയൊക്കെ ആയിട്ട് വന്നു. എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി കയറിയിരുന്നു ഒരാൾ. എന്നിട്ട് പകുതി സാധനം എടുക്കാതെ വന്നു. എന്നിട്ട് ഒരാളെ പറഞ്ഞു വിടുന്നു. ആ കക്ഷിയാണ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് എന്തോ സാധനങ്ങളൊക്കെ പെറുക്കി കൊടുക്കുന്നു, എടുത്തുകൊണ്ട് വരുന്നു, പോകുന്നു. ആ സ്ക്രൂ ഊരുവാണല്ലേ? സ്ക്രൂ ഊരുന്ന കണ്ടോ എങ്ങനെയാണ് ഊരുന്നതെന്ന്? സ്ക്രൂ ഊരുക 1 2 3 4. അതേ, അത് നമ്മുടെ സാമഗ്രികളൊക്കെ അവിടെ തന്നെ അങ്ങേർക്കങ്ങ് സൂക്ഷിച്ചാൽ പോരാ. എന്നാലും അസിസ്റ്റൻറ്റിന് പണി വേണ്ടേ അല്ലേ? അപ്പോൾ പാവം ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എപ്പോഴാണ് നടക്കുന്നതെന്ന് ഓർത്ത് എന്തോ പ്രതീക്ഷയിൽ നിൽക്കുക. വീട്ടിലെ ഓർമ്മകളായിരിക്കാം. എന്നാലും എ സി ഉള്ളതല്ലേ, എ സി ഇല്ലാതെ ഒരു ദിവസം നിൽക്കേണ്ട വന്നപ്പോഴേ അയ്യോ പെട്ടുപോയല്ലോ, ചൂടാണല്ലോ എന്നൊക്കെ വിചാരിച്ച് വിളിച്ചു വരുത്തിയപ്പോൾ ഉണ്ടടാ എല്ലാം അഴിച്ചു പറക്കുന്നു. എന്തായിരിക്കും വെള്ളം വീഴുന്നത്? രണ്ടാളും കൂടെ പറയുന്നുണ്ട്. എന്നാലും നോക്കാം. ടെക്നീഷ്യനാണ് പോലും. ടെക്നീഷ്യൻ ഒരു സ്ക്രൂ 2 സ്ക്രൂ ഒക്കെ പറക്കി കൊടുക്കുക. അത് ആ പോക്കറ്റിലെങ്ങാനും ഇട്ടാൽ പോരെയോ? അതാണല്ലോ കാനഡയും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അല്ലേ. പോക്കറ്റിൽ തന്നെ ഇട്ടാൽ അസിസ്റ്റൻറ്റിൻ്റെ പണിയില്ല. എന്നാലും നമ്മുടെ ആൾക്കാർക്കല്ലേ അങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അതായിരിക്കും. നടക്കട്ടെ. എന്തായാലും 2 പേർക്കും ഒരു കൂലി വെക്കുന്നതല്ലേ, നടക്കട്ടെ. പണി കൂലി കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി ആളുടെ സ്ഥലമൊക്കെ ഒന്ന് മാറി നിന്ന് നോക്കുകയാണ്. ഓക്കെ. അപ്പോൾ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ എലിക്ക് വേണ്ടിയുള്ള എ സി ആയിരുന്നത്. അതിപ്പം എലി ഇപ്പം ചാടി വരും. നോക്കിയിരിക്കുക. എപ്പോഴാണ് ചാടി വരുന്നതെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്തുണ്ട്, കൂട് കൂട്ടിയിരിപ്പുണ്ട്. ഓക്കെ, അതഴിക്കുകയാണ്. പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. എപ്പം വേണേലും ചാടി വരാം. ഒരു സ്ക്രൂവും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ സ്ക്രൂ ഒക്കെ ശക്തമായി അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സ്ക്രൂ ഉണ്ട്, അതൊക്കെ അഴിച്ചെടുക്കുകയാണ്. എങ്ങനെയാണ് നോക്കുക. 1 പിടിയടാ. പിടിച്ചു. 2 സ്റ്റെപ്പ് കയറുക. 1-ാം മല കയറുമ്പം ടങ് കയറി. അടുത്തതിനി കയറി ഇച്ചിരി മുകളിലോട്ട് ചൊവ്വിനിരുന്നോണം. എൻ്റെ പൊന്ന് സാറേ, താഴോട്ട് വീണേക്കല്ലേ. എന്നൊക്കെ കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ടല്ലോ, അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആൾ എലിയെ നോക്കിയിരിക്കുകയാണ്. എലിക്കുള്ള കൂട്. എലിക്കൊരു കൂട്. അഴിച്ചു പടച്ചു. ടങ് ടങ്. ഇപ്പോൾ എലി ചാടി വരും. ആകാംക്ഷയോടെ ഇരിക്കുക. അതിൻ്റെ കവറ് കേസൊക്കെ ഊരിക്കൊടുത്തതിന് എന്താ, അയ്യോ എലി കടിച്ചതാ. കഷ്ടം. എലിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ. എലി കടിച്ചതിൻ്റെ വയറൊക്കെ നശിപ്പിച്ചു. ഓക്കെ, ഇനി പണിയായി. ഇനി ഇത് മൊത്തം അഴിക്കണം. എന്താണ് പെറുപിറുക്കുന്നുണ്ട്. സാരമില്ല. ബാക്കിയും കൂടെ അഴിക്കുകയാണ്. അയ്യോ, ഇനി അതവിടെ കെട്ടിത്തൂക്കിയിട്ടോ. അതിന് എപ്പോഴാണോ അഴിഞ്ഞു വീഴുന്നത്. ആള് വയറൊക്കെ കണക്ട് ചെയ്യുകയാണ്. എലി കട്ട് ചെയ്തൊക്കെ കണക്ട് ആരാംസെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള സെറ്റപ്പാണ്. ഇവിടെ ഇരുന്ന് എല്ലാ സംഭവങ്ങളും ചെയ്ത് ആൾ ഉഷാറായിട്ട് എന്തൊക്കെയോ പണി കഴിഞ്ഞു. ഇനി അത് പതുക്കെ വീണ്ടും കണക്ഷനൊക്കെ പിടിപ്പിച്ചു. അതിൻ്റെ ടേപ്പൊക്കെ ചുറ്റി സെറ്റപ്പാക്കി വെക്കാൻ പോവുകയാണ്. അപ്പം ഇനി വെള്ളം വീഴ്ച അവസാനിപ്പിക്കാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് കയറും. അസിസ്റ്റൻ്റ് മുകളിലോട്ട് നോക്കി മടുത്തു. അതുകൊണ്ട് അസിസ്റ്റൻ്റ് താഴോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ശരിയാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. മുറുക്കുന്നു. എന്തൊക്കെയോ വലിച്ചെടുക്കുന്നുണ്ട്. എന്താ നോക്കാം. വയറൊക്കെ കെട്ടി വെച്ചു. കൂടെ നിൽക്കുന്ന ഗുണ്ടപ്പൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവനെ ഓർക്കുന്നുണ്ട്, ഇവന് കയറി നിന്നിട്ടൊന്ന് പെട്ടെന്ന് പണി തീർത്തുകൂടായിരുന്നു. പക്ഷേ കയറി നിൽക്കുന്ന പാവം മനുഷ്യർക്കല്ലേ അറിയത്തുള്ളൂ ഒറ്റക്കാലിൽ നിന്ന് ചെയ്യണമെന്നുള്ളത്. കുഴപ്പമില്ല, ഞാനും കൂടെ നിന്നെ സഹായിക്കാം. ഏതായാലും നോക്കി നിന്നാൽ കാര്യമില്ലെന്ന് ഓർത്ത് അടുത്തോട്ട് വന്നു. ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നു. എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഓക്കെ. പാവം താടിവാല എല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യുകയാണ് അത്ര സമയം കൊണ്ട്.
അതിൻ്റെ കണക്ഷൻസൊക്കെ പിടിപ്പിക്കുന്നു. അപ്പം നോക്കി പഠിച്ചോണം. അതിനിപ്പം എലി കയറി കഴിഞ്ഞാൽ ഇതാണ് പരിപാടി ചെയ്യേണ്ടത്. ഓക്കെ, എലിക്ക് വേണ്ടി AC സെറ്റപ്പ് ചെയ്യുമ്പം പ്രത്യേകം ഓർക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ ACക്കകത്ത് വരെ എലി കയറും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നോക്കി ഇരുന്നോണം. എവിടെയെങ്കിലും ACയുടെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു വെച്ചില്ലെങ്കിൽ ഇതുപോലെ എലി കയറി പണിയാക്കും. അതായത് മക്കളെ, നിങ്ങൾ മാത്രം അങ്ങനെ ACക്കകത്തിരുന്നാൽ അയ്യോ വലിച്ചിപ്പോൾ എടുക്കും. ഞങ്ങൾക്ക് ഇരിക്കണമെന്ന് അയ്യോ അതാ സാധനം തൂക്കിയിട്ടിരുന്ന അയ്യോ ചവണയെല്ലാം താഴോട്ട് വീണു. അത് വീണ സ്ഥലം കണ്ടോ? നിങ്ങൾ കണ്ടോ? ആ സ്ഥലം വേണ്ടതിൻ്റെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സംഭവത്തിൻ്റെ മണ്ടയിലേക്ക് ഗോപുരം ഇടിഞ്ഞിരിക്കുന്നു, കിഴുത്ത വീണിരിക്കുന്നു. അയ്യോ സാധനം താഴോട്ട് വീണു. സാരമില്ല, എന്താണെങ്കിലും പണി നടന്നാൽ പോരെ. എല്ലാം സെറ്റപ്പാക്കി, എല്ലാ വയറുകളും കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വെള്ളം വീഴുന്നുണ്ടോ നോക്കണമല്ലോ. അത് ഓണാക്കി കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. എല്ലാം ഇനി അഴിച്ച പോലെ തന്നെ എല്ലാം ഇനി അത് കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കണം. അന്നേരം നമുക്ക് നോക്കണം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. വല്ല രക്ഷയുണ്ടോ എന്നറിയണ്ടേ? അതാണ് നമുക്കിനി അറിയേണ്ട കാര്യം. നോക്കിക്കേ, അല്ലേലും എന്തൊരു ചൂടാണ്. ഒരു നിമിഷം പോലും ചൂടത്ത് AC ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുകാലത്ത് എല്ലാവരും പറയും AC യോടാണ് ഇഷ്ടം, തണുപ്പിനോടാണ് ഇഷ്ടം. പൊന്നേ കരളേ തേനേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതാ പണ്ടാരാണ്ടോ പറഞ്ഞേ, മൊത്തത്തിലുള്ള AC സംഭവങ്ങളും എല്ലാം ഇല്ലെന്നായി കഴിഞ്ഞാൽ എല്ലാവരുടെയും കാറ്റ് പോകുന്നു. സത്യമാണ്. ഇനിയിപ്പോൾ അതൊക്കെ വെള്ളമൊഴിക്കുന്നു. വെള്ളമൊഴിച്ച് നോക്കുന്നു. ഓക്കെ, വെള്ളമൊഴിച്ച് നോക്കുന്നു. ഇൻസ്പെക്ഷൻ നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, വെള്ളമൊഴിച്ചു, വീഴുന്നില്ല. ഇനി എന്താണ്? ഇനി ഒന്നുകൂടെ ഒഴിച്ച് നോക്കുക. ഒന്നുകൂടെ ഒഴിച്ച് നോക്കിയിട്ട് ഒന്നുകൂടെ ഒഴിക്കുക, കുറച്ചുകൂടെ ഒഴിക്കുക. അപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വന്ന പ്രയോജനം. അപ്പോൾ അസിസ്റ്റൻ്റ് പ്രയോജനമുണ്ട് കേട്ടോ. നമ്മളതാ പറയുന്നത്, മുന്നായിട്ട് ആരെയും പഴിക്കരുത്. ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമുണ്ട്. ജോലി ചെയ്യുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ അസിസ്റ്റൻറ്റിനെയും കൊണ്ട് പോകുന്നതെന്ന് ഓർത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ കേട്ടോ, അമേരിക്കയിലൊന്നും ഇങ്ങനെ അസിസ്റ്റൻ്റ് ഇല്ല. പോകുന്നവരുടെ ബാഗിൽ തന്നെ എല്ലാ നമ്മുടെ പാൻറ്റിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കണം. അതിൻ്റെ ഓരോ പോക്കറ്റുകളിൽ ഓരോരോ സാധനങ്ങൾ വെച്ചിരിക്കണം. കയറി നിന്നിട്ട് അതിങ്ങ് കൊണ്ടുപോവാ, ഇതിങ്ങ് കൊണ്ടുപോവാ, സ്ക്രൂ താഴെ കൊടുക്കരുത്, സ്ക്രൂ എടുത്ത് കയറ്റി കൊടുക്കരുത്, ഇതൊന്നും പറ്റത്തില്ല. അതെല്ലാം അവരുടെ കയ്യിൽ തന്നെ വേണം. അപ്പം അത് കണ്ടുപിടിച്ചോണം. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ബാഗിൻ്റെ പോക്കറ്റുകളിലൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ മതി. സ്ക്രൂ എടുത്ത പോലെ തന്നെ ഊരാൻ എളുപ്പമായിരുന്നു മോനെ. അതിന് തിരിച്ച് ഫിറ്റ് മോൻ പെടുന്ന വാള് കണ്ടോ? 1, 2, 3, 4 അങ്ങനെ 5 എണ്ണം തിരിച്ച് ഫിറ്റ് ചെയ്യണം. എന്നാലേ ഉള്ളൂ നിൻ്റെ പണി ശരിയാകത്തുള്ളൂ. എന്നാലും ആൾ മോശമല്ല കേട്ടോ, കൺഫ്യൂഷനൊന്നുമില്ല. നല്ലപോലെ പണി എടുത്തിട്ട് എല്ലാം ഫിറ്റ് ചെയ്തു. വീണ്ടും അത് മുകളിലത്തെ കേസ് പിടിപ്പിച്ചു. കൊള്ളാമല്ലോ. പിന്നെ അതെന്നാ പിടിപ്പിക്കുന്നത് നോക്കിക്കൂ. ഈ അഴിച്ച സ്ഥലം എന്താണോ കണ്ടുപിടിക്കാൻ എവിടെ ആയിരിക്കും പിടിപ്പിക്കുന്നത്? നമുക്കാണ് കൺഫ്യൂഷൻ, അവർക്കൊരു കൺഫ്യൂഷനും ഇല്ല. അവിടെ പിടിപ്പിച്ചു. ഓക്കെ, നീ കൊടുത്തേ മോനെ. താടാ ചക്കര താടാ. സ്ക്രൂ ഡ്രൈവറാണല്ലോ അവിടെ എങ്ങാണ്ട് ഇഴിച്ചു വെച്ചിട്ട് താഴോട്ട് പോയത്. ഓക്കെ, അത് ചവണയായിരുന്നല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ അത് പിടിക്കാനാരും മുന്നേ അസിസ്റ്റൊന്നും ചെയ്യില്ല. തന്നെത്താനെ മോനത് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനി അടുത്ത ഓക്കെ, അവിടുന്ന് ആ കണക്ഷൻ വയറെടുത്തു, പിടിപ്പിച്ചു. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ AC എങ്ങനെയാണ് അഴിക്കുന്നത്, ഊരുന്നത്, തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട്, നിങ്ങൾക്ക് എലിക്കൂടല്ല, പച്ചക്കിളിക്കൊരു കൂട് അല്ല, എലിക്കൊരു കൂട് ആണെങ്കിലും എന്താണ് പ്രാവുകൾ, ഇത് ഗൾഫിലെ സർവ്വസാധാരണ കാര്യങ്ങൾ. പ്രാവുകൾ വന്ന് കൂട് കൂട്ടാം, ACയുടെ ബാക്ക് സൈഡിൽ കൂടെ കയറി വരാം. അങ്ങനെ വേനൽക്കാലമായി കഴിഞ്ഞാൽ അതുങ്ങൾ തണുപ്പു തേടി കൂടുകൂട്ടാൻ അമ്മ കിളി വരും. ഇത് അമ്മ എലി വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് സുഖമായിട്ടിരിക്കാൻ വേണ്ടി വന്നു. നമുക്ക് ഷീറ്റ് നെറ്റൊക്കെ എടുത്ത് കയറ്റി വെച്ചു. ഓക്കെ, മെഷുകളൊക്കെ അറേഞ്ച് ചെയ്തു, സെറ്റപ്പാക്കി വെച്ചു. ഇനി അത് നല്ലപോലെ അടച്ചു. കണ്ടോ എങ്ങനെയാണ് സെറ്റപ്പാക്കുന്നത്? ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സ്ക്രൂ എക്സ്ട്രാ ആയല്ലോ, സ്ക്രൂകളൊക്കെ നമുക്കത് എക്സ്ട്രാ ആയിട്ട് തോന്നുന്നത്. ആ പുള്ളിക്ക് ഒരു എക്സ്ട്രാ ആയില്ല. പുള്ളി അതെല്ലാം എടുത്ത് അതേപോലെ ഫിറ്റ് ചെയ്തു. ചെറിയ പാർട്സുകളൊക്കെ അത് ഞാനോർത്തത് വേണ്ടാത്തതൊന്ന് എടുത്ത് കളയാൻ